ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. അസ്തമയ സൂര്യനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഞാൻ നമ്മുടെ പോർട്ടിന്റെ വിഷ്വലിലേക്ക് വരാം. അസ്തമയ സൂര്യന്റെ പ്രഭാവലയത്തിൽ മിന്നിത്തിളങ്ങുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഉണ്ടോ? പോർട്ടിന്റെ ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വലാണ് ഞങ്ങൾ ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വൽ. അതായത് തലയുയർത്തി നിൽക്കുന്ന 8 STS ക്രെയിനും 5 സീരീസിലുള്ള, അതായത് 5 സീരീസിലുള്ള യാർഡ് ക്രെയിനുകളെയും നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ? വളരെ അടുത്തു നിന്നുള്ള ഷൂട്ടിംഗ്, വളരെ അടുത്തു നിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളെപ്പോഴും വളരെ ദൂരം എന്ന് പറയാതുള്ളതുപോലെ A സീരീസ്, B സീരീസ്, C സീരീസ്, D സീരീസ്, E സീരീസ്, അങ്ങനെ 5 സീരീസിലുള്ള ക്രെയിനുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ? വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് നേരം മുമ്പേ കുറച്ച് മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയൊന്നുമില്ല. ട്രെയിലർ വളരെ ദൂരം ഒന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇനി കുറച്ച് എപ്പോഴും ഈ പോർഷൻ നാം കവർ ചെയ്യാൻ വേണ്ടി, നമ്മുടെ പ്രേക്ഷകർ കാണാൻ കവർ ചെയ്യാൻ വേണ്ടി എപ്പോഴും സൂം ചെയ്താണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ്. സൂം ഔട്ട് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. തൊട്ടടുത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണത്. കണ്ടോ? ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ZRMG E01 ഈ സീരീസിൻ്റെ മുന്നിലാണുള്ളത്. ഇനി നമുക്ക് ഈ പറയുന്ന യാർഡ് പോർഷനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ യാർഡ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന കോൺക്രീറ്റ് സ്ലാബുകളുണ്ട്. കേട്ടോ? നിരനിരയായിട്ട് കോൺക്രീറ്റ് സ്ലാബുകൾ ഈ പറയുന്ന യാർഡിൻ്റെ എൻഡ് പോർഷൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? എൻഡ് പോർഷൻ ഡിവൈഡ് ചെയ്തിട്ട് നേരെ ഈ പറയുന്ന സ്ലാബുകൾ നേരെ പോകുന്നത് നമ്മുടെ ബെർത്തിൻ്റെ പോർഷനിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ഈ യാർഡ് പോർഷൻ എന്ന് പറയുന്നത് 5ആയിട്ട്, അതായത് നമ്മൾ ടോട്ടൽ യാർഡ് പോർഷൻ്റെ നീളമല്ല വിഡ്ത്ത് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഓരോ പോർഷനിലും ഓരോ റോഡുമുണ്ട്. ഇവിടെ നമുക്ക് റോഡ് കാണാൻ സാധിക്കും. ഇവിടെ റോഡ് കാണാൻ സാധിക്കും. അപ്പുറത്ത് ഇങ്ങനെ 5 പോർഷനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ A, B, C, D, E അങ്ങനെ 5 സീരീസിലുള്ള കാൻഡിലിവർ റൈൻ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിനുകളെ നിരത്തി വെച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. കണ്ടോ? പക്ഷേ ഈ പറയുന്ന ZRMG E01 അങ്ങനെ 1, 2, 3 അങ്ങനെ ആ സീരീസ്, ഇനി ZRMG E02, 3 അങ്ങനെ പോവും. ഈ സീരീസിലെ ഇനി D സീരീസ് ആയാലും B സീരീസ് ആയാലും A സീരീസ് ആയാലും എല്ലാം സീരീസ് 1ലുള്ള ക്രെയിനുകളെല്ലാം ഇങ്ങനെയാണ് ഫസ്റ്റ് ഫേസിൽ വരും. ബാക്കിയുള്ളതെല്ലാം ഇതിന് ബാക്കിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ യാർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു പോർട്ട് ഓഫീസ്, അതായത് നമ്മുടെ ഈ PO ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ PO ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഒരു ഓപ്പറേഷൻ റൂമുണ്ട്. ആ ഓപ്പറേഷൻ റൂമിനകത്തിരുന്നിട്ടാണ് നമ്മളെ ഈ പറയുന്ന ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. STS ക്രെയിനുകൾ ഉൾപ്പെടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേഷൻ റൂമിനകത്തിരുന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഇനി നമുക്ക് പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഞാൻ കുറച്ചുകൂടി ഇന്ന് സൂം ചെയ്ത് കാണിക്കാം. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ABCDEFGHIJKLM വരെ നമുക്കിവിടെ നമുക്ക് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ? നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് വളരെ സൂമിങ് കൂടിപ്പോയി തോന്നുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും A മുതൽ M വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മാർക്കിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് അതായത് ഒരു കണ്ടെയ്നറുടെ പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് വരച്ച് തന്നെ വെച്ചിട്ടുണ്ട്. എവിടെയാണ് കണ്ടെയ്നർ വെക്കേണ്ടതെന്ന്. ഈ യാർഡ് പോർഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് യാർഡ് പോർഷൻ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇൻ്റർലോക്ക് ഇട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളതുണ്ടോ? ഇങ്ങനെ എല്ലാ പോർഷനിലും ഒരു കണ്ടെയ്നർ ഏത് പോർഷനിലൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പറയുന്ന എല്ലായിടത്തും മാർക്കിംഗ് ഉള്ളതുണ്ടോ? ഇതെല്ലാ പോർഷനിലുണ്ട്. എല്ലാ പോർഷൻ മീൻസ് നമ്മുടെ യാർഡ് പോർഷൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ A മുതൽ ഇപ്പം നിലവിൽ ഇവിടെ കാണുന്നത് A മുതൽ M വരെയാണ്. ഇവിടെ എല്ലാം A മുതൽ M വരെ എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിങ്ങിൻ്റെ പൊസിഷനിലാണ് നമ്മളിവിടെ 20 ഫീറ്റ് ആയാലും 40 ഫീറ്റ് കണ്ടെയ്നർ ആയാലും ഇങ്ങനെ അടുക്കി മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പറയുന്ന കാൻഡിലിവർ റൈൻ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിൻ മൂവ് ചെയ്യുന്നത് നമുക്ക് തൊട്ട് സൈഡിലായിട്ട് 2 പാളങ്ങൾ കാണാൻ സാധിക്കും. കേട്ടോ? ഈ പാളങ്ങളിലേക്ക് മുന്നിലോട്ടും ബാക്കിലോട്ടും മാത്രമാണ് ഈ ക്രെയിന് മൂവ് ചെയ്യുന്നത്.
പിന്നെ ക്രെയിനിൻ്റെ പിക്കിംഗ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതേപോലെ തന്നെ സൈഡിലോട്ട് പോകും. ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഇത് മൂവ് ആവും. ക്രെയിന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, പക്ഷേ ഈ പറയുന്ന പിക്ക് ചെയ്യുന്ന പോർഷൻ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ രണ്ട് സൈഡിലോട്ടും മൂവ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ഈ കാൻഡിലിവർ റെയിൻ മൗണ്ട് ക്രെയിൻ്റെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ദൃഷ്ടിയാൽ കാണുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് പോർഷനിൽ ഇവിടെ കാണാൻ സാധിക്കും. അതായത് വീൽസിൻ്റെ മുകളിൽ വൈറ്റ് പോർഷനിലും സെൻസർ ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഈ വൈറ്റ് പോർഷൻ സെൻസർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലോറിയും, അതായത് ലോറി മീൻസ് ട്രെയിലർ കണ്ടെയ്നറുമായിട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് ഡിജിറ്റൽ രേഖപ്പെടുത്തിയിട്ട്, അതായത് മീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോറി ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് പാസ് ചെയ്ത് പോകുന്നത് ഈ ഒരു സെൻസർ ഉപയോഗിച്ചെന്നാണ് എന്നറിയാൻ സാധിക്കുന്നത്. ഇത് കറക്റ്റ് അല്ലെങ്കിൽ പോർട്ടിലെ പലരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, അവരൊന്ന് കറക്റ്റായിട്ടൊന്ന് മെസ്സേജ് അയക്കും. ഇത് ഞാൻ പറയുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഇങ്ങനെയാണ് ഈ ലോറികളെല്ലാം പാസ് ചെയ്ത് അകത്ത് പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഈ പോർഷൻ, അതായത് ഇതാന്ന് കാണാൻ സാധിക്കും, കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന ഈ പോർഷൻ വെച്ചിട്ട് കണ്ടെയ്നർ പിക്ക് ചെയ്ത് ഈ യാർഡ് പോർഷനിൽ ലെവൽ ചെയ്ത് ഇങ്ങനെ അടുക്കി വെക്കുന്നത്. അതിനുശേഷമാണ് ഇത് അടുക്കി വെക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. ഉണ്ടോ, വളരെ ദൂരെയായിട്ട് നമുക്കിതാ 20 ഫീറ്റ് 2 കണ്ടെയ്നറുമായിട്ട് ഒരു ട്രെയിലർ പോകുന്നത് കാണാൻ സാധിക്കും. ഉണ്ടോ, അതാ പോകുന്നുണ്ട്. ഞാൻ ഈ PO ബിൽഡിങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് എഫിഷ്യൻറ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്രെയിനുകളുടെയും ഈ എഫിഷ്യൻറ്റ് ടെസ്റ്റ് എല്ലാം നടക്കുന്നുണ്ട്. ഉണ്ടോ, എല്ലാ ക്രെയിനുകളുടെയും നടക്കുന്നുണ്ട്. എല്ലാം ഒരുവിധം എല്ലാം കഴിഞ്ഞതുമാണ്. കേട്ടോ, ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഈ പറയുന്ന ട്രെയിലറിൽ നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കേട്ടോ, ട്രെയിലറിൽ നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്ത് ഇനി യാർഡ് പോർഷനിലേക്കോ തിരിച്ച് ലോറിയിൽ വെക്കുന്ന, തിരിച്ച് ട്രെയിലറിൽ വെക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തോന്നുന്നു A സീരീസ് A02 ആണ് ഈ പറയുന്ന എഫിഷ്യൻറ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെയ്നർ പിക്ക് ചെയ്ത് യാർഡിനകത്തോട്ട് വെക്കുന്നത്. ഈ വർക്കുകളാണ് ഇവിടെ നടക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാ വളരെ സാവധാനത്തിലാണ് ഈ കണ്ടെയ്നർ അവിടെ ലോഡ് ചെയ്യുന്നത്, നമ്മൾ യാർഡ് പോർഷൻ ലോഡ് ചെയ്യുന്നത്. ഉണ്ടോ, ഇതെല്ലാം ഓട്ടോ സെൻസർ തന്നെയാണ്. ഇത് ലോഡ് ചെയ്യുന്ന ഈ പോർഷൻ, ഈ വർക്ക് എല്ലാം ചെയ്യുന്നത് ഇവിടെ എങ്ങും ആരുമില്ല. ഇത് ചെയ്യുന്നതെല്ലാം നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ, അതായത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ അകത്ത് ഓപ്പറേഷൻ റൂമുണ്ട്, അവിടെ ഇരുന്നിട്ടാണ് ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഉണ്ടോ, വളരെ ലെവൽ ചെയ്ത് നമ്മൾ ഈ കാണുന്ന പോലെ, നമ്മൾ ഈ കാണുന്ന പോലെ മാർക്ക് ചെയ്ത പ്ലേസ് ഉണ്ട്. ആ മാർക്ക് ചെയ്ത പ്ലേസിലാണ് ഇത് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ. ഇതാ മാർക്കിംഗ് പോർഷനിലാണ് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ധാരാളം ട്രെയിലറുകളെ കാണാൻ സാധിക്കും. ഈ മഞ്ഞ നിറത്തിലുള്ള, അതായത് ബാക്ക് പോർഷൻ വൈറ്റും വെള്ളയും മഞ്ഞയുമാണ്. ഈ മഞ്ഞ നിറത്തിൽ നമ്മുടെ സൂര്യപ്രകാശം നടിക്കുമ്പോൾ വളരെ മനോഹരമാണ്. എന്താ, അസ്തമയ സൂര്യത്തിൻ്റെ പ്രകാശത്തിൽ ഇതെല്ലാം തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്ര വളരെ മനോഹരമാണ് നമ്മുടെ പോർട്ടിനെ കാണാൻ എപ്പോഴും. 40 ഫീറ്റ് കണ്ടെയ്നറാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. എല്ലാ ട്രെയിലറെല്ലാം റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് ഈ പോർഷൻ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 എനിക്ക് തോന്നുന്നു 20 25 ട്രെയിലർ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുണ്ട്. കൂടുതൽ ട്രെയിലർ വരുമായിരിക്കും, അല്ലെങ്കിൽ പോർട്ടിൻ്റെ പല ഭാഗത്തായിട്ട് ഇപ്പോൾ ട്രെയിലറുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ട്രെയിലർ കുറച്ചുകൂടി, അതായത് ഒരു കണ്ടെയ്നർ അതിൽ നിന്ന് എടുത്ത് മാറ്റി ഇനി അടുത്തൊരു കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. ലോറി കുറച്ച് ഫ്രണ്ടിൽ, ഇതിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ STS ക്രെയിനിൽ നിന്നും അതായത് നമ്മുടെ ഷിപ്പിൽ നിന്നും STS ക്രെയിൻ ഉപയോഗിച്ച് ഈ ട്രെയിലറിൽ വെച്ചതിന് ശേഷം ഈ ട്രെയിലർ ഇവിടെ വന്ന് ഈ നമ്മുടെ കാൻഡിലിവർ റെയിൻ മൗണ്ട് ക്രെയിൻ അല്ലെങ്കിൽ യാർഡ് ക്രെയിൻ പിക്ക് ചെയ്ത് യാർഡിലേക്ക് നമ്മുടെ കണ്ടെയ്നർ വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഉണ്ടോ, ആ ഒരു കണ്ടെയ്നർ വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. STS ക്രെയിന് തൊട്ടടുത്ത് നിന്ന് തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. STS ക്രെയിൻ്റെ കാഴ്ചകൾ എത്ര ഷൂട്ട് ചെയ്താലും എത്ര കണ്ടാലും
എനിക്ക് എത്ര ഷൂട്ട് ചെയ്താലും മടുക്കൂല കേട്ടോ. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നും അത്ര മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ അടുത്ത് കാണുമ്പോൾ നമുക്കുള്ളൊരു കാഴ്ച. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്യേണ്ടി വരും. എപ്പോഴും സൂം ചെയ്തിട്ടാണ് ഇത് കാണാൻ പറ്റുന്നതെങ്കിൽ കുറച്ച് സൂം ഔട്ട് ചെയ്യേണ്ടി വരും. ഇതാ ഇങ്ങനെ സൂം ഔട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുക. ഇതാ നമ്മുടെ കണ്ടെയ്നർ പിക്ക് ചെയ്തു ഉണ്ടോ. ഞാൻ ശകലം കുറച്ചുകൂടി ഇതാ ട്രെയിലറിൽ നിന്ന് കണ്ടെയ്നർ പിക്ക് ചെയ്ത് പോയി. ഇത് യാർഡ് പോർഷനിലേക്ക് വെക്കുകയാണ്. ഇതാണ് യാർഡ് പോർഷനിലെ കാഴ്ചകൾ. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ക്രെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള റൂമിലാണ്. അതായത് ക്രെയിൻ ഓപ്പറേറ്റിംഗ് റൂമിലാണ്. പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഈ റൂമുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് STS ക്രെയിനിൽ നിന്നും കണ്ടെയ്നർ സ്പ്രെഡർ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്തെടുക്കുന്ന ആ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ക്യാമറയുടെയും സെൻസറിൻ്റെയും സഹായത്തോടെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡർ ഉപയോഗിച്ച് പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന 2 ജോയ്സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഉള്ളത്. ഇതാ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ക്യാമറയുടെ ക്ലാരിറ്റിയും സെൻസറിൻ്റെ ക്വാളിറ്റിയും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ക്ലാരിറ്റിയാണ്, പെർഫെക്റ്റാണ് ഇവിടെ ചെയ്യുന്ന ഓരോ വർക്കുകളും. നമ്മൾ പണ്ടൊക്കെ ക്രെയിനിൻ്റെ അടുത്ത് നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇനി അടുത്ത് പോകേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമുക്ക് 40 ഫീറ്റ് കണ്ടെയ്നറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം തൊട്ടടുത്തൊരു 20 ഫീറ്റ് കണ്ടെയ്നറും ഉണ്ട്. ഈ 40 ഫീറ്റ് കണ്ടെയ്നർ വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് ഡോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ? അത് ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. ഇനി ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്ന കണ്ടെയ്നർ അത് നമുക്കൊന്നിൽ നമ്മൾ STS ക്രെയിനിൽ നിന്നും ട്രെയിലറിലോട്ടോ, ഇപ്പോൾ ചെയ്യുന്നത് ട്രെയിലറല്ല, ഈ പറയുന്ന യാർഡ് പോർഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡിലേക്ക് അത് അൺലോഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇനി യഥാർത്ഥത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതൊരു ട്രെയിലറിൻ്റെ ഈ പറയുന്ന മുകളിലേക്കായിരിക്കും അൺലോഡ് ചെയ്ത് വയ്ക്കുക. STS ക്രെയിനിൻ്റെ ഒരു മോഡൽ ഉൾപ്പെടെയുള്ള ഡയഗ്രാം നമ്മുടെ മുന്നിൽ കാണാവുന്നതാണ് നമുക്ക്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അതിലൊരു ഹോൺ ഉണ്ട്, മൈക്കുണ്ട്, ഐ കോണ്ടാക്റ്റ് ഉണ്ട്. ഇതെല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹോണും ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ വലിയൊരു ഹോണായിരിക്കും അവിടെ കേൾക്കുന്നത്. അതൊരു അലർട്ടായിരിക്കും. മൈക്കിലൂടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, കണ്ടെയ്നർ ലാൻഡ് ചെയ്യുമ്പോൾ വൈറ്റ് ഇൻഡിക്കേഷനും കണ്ടെയ്നറിൽ നിന്ന് സ്പ്രെഡർ അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പച്ച നിറത്തിലുള്ള ഒരു ഇൻഡിക്കേഷനും നമുക്കവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇങ്ങനെയാണ് STS ക്രെയിന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണെന്നുള്ളത്. അതുമാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ഒരു സ്ക്രീനുണ്ട്. അതിൽ 20 ഫീറ്റ്, 40 ഫീറ്റ്, 45 ഫീറ്റ്, T20 ഇങ്ങനെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ T20 എന്ന് പറഞ്ഞാൽ 20 ഫീറ്റിൻ്റെ 2 കണ്ടെയ്നർ ഒരേ സമയത്ത് നമുക്ക് സ്പ്രെഡർ ഉപയോഗിച്ച് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് T20 എന്നുള്ളത്. അതുമാത്രമല്ല, ഈ പറയുന്ന കുറേ സിസ്റ്റംസ് അതിൽ ഇൻക്ലൂഡിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ STS ക്രെയിൻ 2 ആണ് നമ്മളീ കാണുന്നത്. നമ്മളീ കാണുന്ന STS ക്രെയിനിൻ്റെ ബൂമിൻ്റെ നീളം, അതായത് നമുക്ക് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗം 72 മീറ്ററാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വന്നാലും നമുക്ക് ഈ ബൂം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും വലിയ ക്രെയിനാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നിലവിൽ നമ്മൾ ഈ പോർഷൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഇവിടെയാണ് ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ ആദ്യമായിട്ട്, അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ ഇവിടെയാണ് ഡംപ് ചെയ്തിരുന്നത്. തരം തിരിച്ച് ഡംപ് ചെയ്തിട്ട് നമ്മൾ ഈ പോർഷൻ, ഈ കാണുന്ന പോർഷനിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജ് ആയിക്കോട്ടെ, സ്പ്ലിറ്റ് ബാർജ് ആയിക്കോട്ടെ, ഇവിടെ നിന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പോർഷൻ നമ്മൾ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിരിക്കുന്നു ഇവിടെ എല്ലാം, കണ്ടോ. അതുമാത്രമല്ല, ഈ സ്ഥലത്ത് ബൗണ്ടറി പോലെ ധാരാളം ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കൊണ്ടോ, അത് നല്ല ലെവൽ ചെയ്തിട്ടുണ്ട്, കാണാൻ സാധിക്കും.
അത് മാത്രമല്ല നമ്മൾ ഈ കാണുന്ന ധാരാളം ഫിഷർമാൻമാരുടെ വള്ളങ്ങൾ അവിടെ പാർക്കുണ്ട്. ഈ ഭാഗത്തെല്ലാം നേരത്തെ തന്നെ ട്രഡ്ജ് ചെയ്ത് ഈ നാച്ചുറൽ സാൻഡ് ഫില്ല് ചെയ്ത സ്ഥലങ്ങളാണ്. ഇതെല്ലാം കടലിൽ നിന്നുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ഫില്ല് ചെയ്ത സ്ഥലങ്ങൾ തന്നെയാണ് ഇതെല്ലാം. നമുക്ക് വളരെ ദൂരെയായിട്ട്, നമുക്ക് ദൂരെ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഈ പറയുന്ന അസ്തമയ സൂര്യൻ്റെ ആ ഒരു പ്രകാശമുള്ള കാരണം നമുക്ക് ഹാർബർ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് ഇതാണ് നമ്മുടെ പോർട്ടും ഹാർബറും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ഈ തിരമാല വരുന്ന ആ ഭാഗത്താണ് നമ്മുടെ പോർട്ടും നമ്മുടെ ഹാർബറും തമ്മിൽ ഏതാണ്ട് 350 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഇനി നമുക്ക് വളരെ ദൂരെയായിട്ടൊരു സെക്യൂരിറ്റി ഇരിക്കുന്ന, അതായത് സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവിടെ ഒരു ഗേറ്റും ഉണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് വളരെ ദൂരെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ഗാർഡിനെ കാണാൻ സാധിക്കും. ഉണ്ടോ? അതുകൊണ്ട് പോർട്ടില്ലാതെ ആർക്കും തന്നെ പ്രവേശനം ലഭിക്കുന്നതല്ല. ഇതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടോ. ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ ഭാഗത്തുകൂടിയാണ് എപ്പോഴും ലോറി വന്നിട്ട് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണുകൾ ഇഞ്ചിലസ് ബാർജിലേക്ക് ഡംപ് ചെയ്ത് കൊണ്ടുവന്ന സ്ഥലങ്ങളാണിത്. മാത്രമല്ല കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന ആ റോഡാണെങ്കിൽ നേരെ നമ്മുടെ ബ്രേക്ക് വാട്ടറിലേക്കുള്ള എൻട്രൻസ് റോഡാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു ലോറി വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മളെ ലോറിയിലെ ഈ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ കോൺക്രീറ്റ് മിക്സറും ഈ പറയുന്ന പോലെ സ്ലാബുകളുമാണ് ഇവിടെ നിന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്ലാബുകളുടെ അവൈലബിലിറ്റിയൊക്കെ നമുക്ക് നോക്കണം. ഇതുവഴി പാസ് ചെയ്തുകൊണ്ട് പോകുന്ന അതാണ്. വളരെ ദൂരെയായിട്ട് ലോറി വരും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻട്രൻസ് പോർഷൻസ്. ഇത് ഇവിടെ ധാരാളമായിട്ട് കുറച്ച് ഈ പറയുന്ന സ്ക്രാപ്പൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി വളരെ വേഗം തന്നെ മാറ്റിക്കൊണ്ട് പോകുന്നതാണ്. അതുമാത്രമല്ല ഇവിടെ എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഉണ്ടോ? ഇതാണ് നമുക്ക് വളരെ അടുത്തു നിന്നുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ബ്രേക്ക് വാട്ടർ. അത് മാത്രമല്ല വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ പറയുന്ന ടഗ് ബോട്ട് കാണാൻ സാധിക്കും. ഡോൾഫിൻ 35 ആണ് ഈ ടഗ് ബോട്ട്. ഇനി നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെയും കോമ്പൗണ്ട് വാളിൻ്റെയും വർക്കുകൾ എത്രത്തോളമായി, കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ എത്രത്തോളം നാച്ചുറൽ സ്റ്റോൺ ഡംപ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വിഷ്വലിലേക്ക് പോകണം. ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് നമ്മളെപ്പോഴും ഈ ഭാഗത്തു നിന്നാണ് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ നേരെ കാണുന്നത് എൻട്രൻസ് ഗേറ്റ് കഴിഞ്ഞ് വരുന്ന റോഡാണ് നമ്മളീ കാണുന്നത്. ഈ വരുന്ന റോഡിൻ്റെ സൈഡിലായിട്ടാണ് ധാരാളം നാച്ചുറൽ സ്റ്റോണുകളെല്ലാം ഡംപ് ചെയ്തിരിക്കുന്നുണ്ടോ. അത് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന 10 മീറ്റർ റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളും ധാരാളം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാൻ സാധിക്കും നമുക്ക്. തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണുകളാണ് ഇവിടെ ധാരാളമായി കൂട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ട് വാളിൻ്റെ വർക്കിനെ കുറിച്ച് നോക്കാം. കോമ്പൗണ്ട് വാളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിവിടെ നിന്ന് ഇങ്ങനെ വന്നു കണ്ടോ. ഇങ്ങനെ എന്നാണ് നമുക്ക് പോർട്ടിനകത്തു നിന്ന് വീഡിയോ ഷൂട്ട്. നമ്മളെപ്പോഴും കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തു നിന്നും കട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനൊരു വിഷ്വലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, കോമ്പൗണ്ട് വാളിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ മുകളിലെ വശത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പോർട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ. ഈ കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിനോട് ചേർന്ന് പോകുന്ന റോഡ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. റോഡ് പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അവിടെ കൂടി വളഞ്ഞു പോകുന്നുണ്ട്. ഇതാണ് പോർട്ടിനകത്തുള്ള ആ വിഷ്വൽ. ധാരാളം കേബിൾസൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന വേ ബ്രിഡ്ജ് അല്ല, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നതാണ് കേട്ടോ. ആ വേ ബ്രിഡ്ജിൽ നിന്നും സ്റ്റോണിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷമാണ് പോകുന്നത്. പോർട്ടിനകത്തോട്ട് പോകുന്ന സ്റ്റോണിൻ്റെ വെയിറ്റൊക്കെ ഇവിടെ നിന്ന് തന്നെ കൺഫേം ചെയ്തിട്ടായിരിക്കും പോകുന്നത്. തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഈ ഒരു ബിൽഡിങ്ങൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ് കേട്ടോ. ഒരു ഷെൽട്ടറൊക്കെ എപ്പോഴും പറയുന്നതാണ്. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതല്ല, ഈ ഭാഗത്തു നിന്നാണ് എല്ലാവരും എപ്പോഴും ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എപ്പോഴും കിട്ടാറുള്ളത്. ഇന്നാണ് നമുക്ക് ഫുള്ളായിട്ടൊരു വിഷ്വൽ കിട്ടിയത്. പോർട്ടിനകത്തുള്ള എല്ലാ വശങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോർട്ടിനകത്തുള്ള വിഷ്വൽ. എന്നാലും ഇങ്ങനൊരു വിഷ്വൽ ആദ്യമായിട്ടാണ് നമുക്ക്. പിന്നെ ഞാൻ PO ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം. എന്നാലും രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഇങ്ങനൊരു വിഷ്വൽ തന്നെ കിട്ടുന്നത്. വളരെ മനോഹരമായ വിഷ്വൽ. നമ്മുടെ കാൻഡിലിവർ ക്രെയിനും STS ക്രെയിനും കാണാൻ പറ്റുന്ന വിധത്തിലുള്ള വിഷ്വൽ, ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്.
40 ഫീറ്റിൻ്റെ കണ്ടെയ്നറും എക്സ്കവേറ്ററും ഉണ്ടോ. ഇനി നമുക്ക് വളരെ ദൂരെയായിട്ട് വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള യാർഡ് പോർഷൻ്റെ ഭാഗമാണ് നമ്മൾ വളരെ ദൂരെയായിട്ട് കാണുന്നത്. കാരണം നമ്മൾ കുറച്ച് ഭാഗം മാത്രം ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബെർത്തിൻ്റെ പോർഷൻ 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇനി വരുന്ന യാർഡ് പോർഷന് കുറച്ചുകൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇന്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ബാക്കി ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതുമാണ്. ഇന്റർലോക്ക് ഇട്ട ഭാഗങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. വ്യക്തമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതെല്ലാം. ഇതാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന്. അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത ട്രെഡ്ജർ മെഷീൻ്റെ ഔട്ട്പുട്ട് ഹോസ് ചുവന്ന കളറിൽ മടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് എവിടെ വന്നാലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് ആ വിഷ്വല്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.